speed to the city streets. We began to feel the fire. വിൻ്റർ ആയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം നൈറ്റിൽ പുറത്തിറങ്ങണത് തന്നെ. 2 മാസത്തോളായിട്ടോ ഞാൻ നൈറ്റിൽ പുറത്തിറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡിന്നർ പുറത്തു നിന്നാക്കിയാലോ എന്നായി. ഈ കൊച്ചു ശ്രീനഗറിൽ നമ്മുടെ നമസ്തേ ശ്രീനഗർ തന്നെയാണ് കേട്ടോ. ഡിന്നർ ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഇത് തന്നെയാണ് കേട്ടോ. കാരണം ഇതിലും ബെറ്റർ ആയിട്ട് ഇവിടെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ ടൈമിൽ ഫസ്റ്റ് ഫ്ലോറിൽ എന്തോ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. 1 വർഷത്തോളം ആയിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ വന്നിട്ട്. ഇതിനു മുമ്പ് ഇത്ര സെറ്റപ്പുള്ള റെസ്റ്റോറൻറ്റ് ഒന്നും നമ്മുടെ ശ്രീനഗറിൽ ഇല്ലായിരുന്നു. ഇവിടുത്തെ ഹോട്ടലിൽ നിന്നൊക്കെ എന്ത് മേടിച്ചാലും നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെയായിരുന്നു. അത് ചൈനീസ് ആയാലും എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഹോട്ടൽ വന്നു എന്ന് കേട്ടപ്പോൾ എനിക്കത് അതിശയമായിട്ടോ തോന്നിയത്. ഇവിടെ ഇങ്ങനത്തെ ഒരു ഹോട്ടലെന്നാണ് ഞാൻ ആദ്യം കേട്ടത്. പക്ഷെ പോയി ഇവിടുത്തെ ഇന്റീരിയേഴ്സും പിന്നെ ഇവിടുത്തെ ഫുഡും എല്ലാം ഭയങ്കര ബെറ്റർ ആയിട്ടാട്ടോ എനിക്ക് തോന്നി. അങ്ങനെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഓർഡർ ചെയ്യണ്ടേ? മെനു കാർഡ് കൈ കിട്ടിയാൽ പിന്നെ നമ്മൾ പിന്നെ തപ്പലായി എന്താണ് ന്യൂ ആയിട്ട് കഴിക്കാൻ കിട്ടുകയെന്ന്. ഇവിടെയൊക്കെ കഴിക്കാൻ കിട്ടാൻ ഭയങ്കര പാടായോണ്ടാട്ടോ ഞാനിങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് തോന്നും ഞാനിതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെന്ന്, പക്ഷെ ഒട്ടുമല്ല. മെനു കാർഡ് കൈ കിട്ടിയാൽ എനിക്കൊരു അരമണിക്കൂർ വേണം എന്ത് ഡിഷ് വേണമെന്ന് തീരുമാനിക്കാൻ. പിന്നെ ന്യൂ ഇയറിൻ്റെ അന്ന് ഇവിടെ അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. പക്ഷെ എനിക്കെന്തോ വരാൻ പറ്റിയില്ല. നമ്മൾ വീട്ടിൽ നിന്നല്ലേ ആഘോഷിച്ചേ. തണുപ്പായോണ്ട് പുറത്തിറങ്ങാനുള്ള മടിയോണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റാർട്ടറായിട്ടൊരു ലെമൺ ഗാർലിക് ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നതിന് മുമ്പേ തന്നെ ഋഷിക്ക് വെള്ളം കുടിയും തുടങ്ങി. ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇവിടെ വന്നാൽ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും മീനു നോക്കിയാലും ഞാൻ കഴിക്കുക ഈ ലെമൺ ഗാർലിക് ചിക്കനാണ്. ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലും കിട്ടുമായിരിക്കും. ഇതിലെ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഭയങ്കര ടെൻഡറി ആണ്. ഇതിൻ്റെ കൂടെ വരുന്ന ഉള്ളിയുടെ സാലഡൊക്കെ ഉണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. ഞാനത് ബട്ടർ നാനിൻ്റെ കൂടെ കഴിച്ചു കേട്ടോ. സ്റ്റാർട്ടർ ബട്ടർ നാനിൻ്റെ കൂടെ കഴിക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതൊക്കെ തന്നെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ സ്ഥിരമായിട്ടാണെന്നാണ് അർത്ഥം. മെയിൻ കോഴ്സായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു. സാധാരണ ഇവിടുന്ന് ഏത് ഹോട്ടലിൽ പോയിട്ട് കഴിച്ചാലും ഫ്രൈഡ് റൈസിൽ ഇവരുടെ മസാല വാരിയിടും. പക്ഷേ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഫ്രൈഡ് റൈസിൻ്റെതുമായിട്ടുള്ള ടേസ്റ്റിൽ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അല്ലാത്തിൽ എല്ലാത്തിലും ഇവരുടെ നോർത്ത് ഇന്ത്യൻ മസാലയുടെ ഒരു ചുവ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇത് നമ്മുടെ ചൈനീസ് ഡിഷസിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. സാധാരണ ഫ്രൈഡ് റൈസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ ഇവിടെ വന്നിട്ട് കഴിക്കാതായതായിരുന്നു. പിന്നെ ഈ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വീണ്ടും കഴിച്ചു തുടങ്ങിയത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടോടെയൊക്കെ കഴിക്കാനായിട്ട്. ഇവിടെ 8 മണി കഴിഞ്ഞാലൊന്നും അധികം പേരും പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ, അധികം ഫാമിലി ആയിട്ടൊന്നും. കാരണം ഇവിടെ പുലി ഇറങ്ങാറുണ്ട്. വിന്റർ സമയം ആയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ധൈര്യം സംബന്ധിച്ച് വന്നേക്കുവോ. അങ്ങനെ നമ്മുടെ മെയിൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിതാ നല്ല ലെമൺ ടീ വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇവിടുത്തെ ലെമൺ ടീ ഒന്നും ടേസ്റ്റ് ഉണ്ടാവാറില്ല, പക്ഷെ ഇത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഡെസേർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഗുലാബ് ജാമുനാ. സാധാരണ ഐസ്ക്രീം ആട്ടോ കഴിക്കുക, പക്ഷെ തണുപ്പത്ത് എങ്ങനെ ഐസ്ക്രീം കഴിക്കാനാ. അതുകൊണ്ട് ഗുലാബ് ജാമുൻ ആയിരുന്നു ഇപ്രാവശ്യം കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഇവർ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയോണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സാധാരണ എല്ലാ ഹോട്ടലിലും ഇവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാട്ടോ കിട്ടുക, പക്ഷെ ഇത് നല്ല ഒതന്റിക് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. ഈ റെസ്റ്റോറൻറ്റിന് പുറത്തും കുറച്ച് കുഞ്ഞു ടേബിൾ സെറ്റപ്പ് ഒക്കെ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഇരുന്ന റോഡിലെ പൊടിയെല്ലാം പാറി വരുമെന്നുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.